പഠിക്കുന്നതിന് കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 8 ദൈവിക ഉടമ്പടികളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 6 നാം കഴിഞ്ഞ ദിവസങ്ങൾ വരെ പഠിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1-2 അധ്യായങ്ങളിൽ കാണുന്ന ഏദന്യ ഉടമ്പടി ഒന്നാമത്തത്, 3-ാം അധ്യായത്തിൽ കാണുന്ന ആദാമ്യ ഉടമ്പടി, 9-ാം അധ്യായത്തിൽ കാണുന്ന നോഹൈക ഉടമ്പടി, 12-15 അധ്യായങ്ങളിൽ കാണുന്ന അബ്രഹാമ്യ ഉടമ്പടി, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ കാണുന്ന മോശെയ ഉടമ്പടി, അല്ലെങ്കിൽ അത് പഴയ ഉടമ്പടി എന്നും പറയും. അടുത്ത് നാം കാണുന്നത് ആവർത്തനം 30-ാം അധ്യായത്തിൽ കാണുന്ന പലസ്തീന്യ ഉടമ്പടി. ഇസ്രായേൽ മക്കളെ പലസ്തീൻ നാട്ടിൽ ചെന്ന ശേഷം അവരെ പാലിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പലസ്തീന്യ ഉടമ്പടിയുടെ പ്രാധാന്യം, ഇസ്രായേൽ ദൈവം കൊടുത്തതായ ദേശം, പലസ്തീൻ ദേശം, അവരുടെ പാപം മുഖാന്തരമായിട്ട് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരായി വിട്ടുപോകേണ്ടി വന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചെതറിപ്പോകുന്ന കാഴ്ച മോശ കണ്ടിട്ട് അവരോട് ചെയ്യുന്ന ഉടമ്പടിയാണത്. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചെതറിപ്പോയാലും അവരെ ദൈവം മടക്കി വരുത്തുമെന്ന് ഉള്ള വാഗ്ദത്തമാണ് ആ ഉടമ്പടിയിൽ പ്രധാനമായിട്ടുള്ളത്. 30-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ഇന്ന് എപ്പോഴെടുക്കേണ്ട ആ ഉടമ്പടി പ്രകാരം അവരെ മടങ്ങി വരും, പലസ്തീനിലേക്ക് മടങ്ങി വരും. ഇസ്രായേൽ ലോകത്തിലെ ഒരു ജാതി മാത്രമേ അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. നാം ഭാരതീയരായ നാം ഇവിടെ അമേരിക്കയിൽ പാർക്കുന്നു, നാം ഇന്ത്യയിൽ മടങ്ങിപ്പോകുമെന്നോ ഒന്നും നമുക്ക് വാഗ്ദത്വമില്ല. എന്നാൽ പലസ്തീൻകാർക്ക്, പലസ്തീനിൽ പാർക്കുന്ന ഇസ്രായേലിന് ആ വാഗ്ദത്വമുണ്ട്. ഇസ്രായേൽ മടങ്ങി വരും. അങ്ങനെ മടങ്ങി വരുമ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അനുദപിക്കുമ്പോഴാണ് അവർ മടങ്ങി വരുന്നത്. അതിനുള്ള മുഖാന്തരങ്ങളൊക്കെ ദൈവം വേറെ ഒരുക്കുന്നുണ്ട്. അങ്ങനെ മടങ്ങി വരുന്ന ഇസ്രായേൽ അവിടെ ദൈവത്തോടെ ഉടമ്പടി ബന്ധത്തിൽ വീണ്ടും പ്രവേശിക്കും. അവരെ ഇതുവരെയും ബാഹ്യമായ പരിച്ഛേദന കഴിച്ചവരായിരുന്നു. എന്നാൽ അവരുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദന അന്നേ നടക്കും. ദൈവത്തെ ഹൃദയംഗമായി സേവിക്കുന്നതിനുള്ളതായ താല്പര്യവും വാഞ്ചയും അവർക്ക് ദൈവം കൊടുക്കും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജനമായിട്ടവർ പരിലസിക്കുന്ന ആ കാര്യം വളരെ വർഷങ്ങൾ മോശ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയ ഉടമ്പടിയാണ് പലസ്തീന്യ ഉടമ്പടി. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് രാജാക്കന്മാരുടെ ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുന്ന ഒരു പ്രധാന ഉടമ്പടിയാണ് ദാവീദീയ ഉടമ്പടി. ഡേവിഡിക് കവനന്റ് എന്നാണ് അതിന് പറയുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചാട്ട്. 2 ശമൂവേൽ 7-ന്റെ യഹോവ ചുറ്റുമുള്ള ശത്രുക്കളെ കീഴടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തൻ്റെ അരവനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരവനയിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ പെട്ടകം ദൃശ്യയിലേക്ക് അകത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ എന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെ ചെയ്തു കൊള്ളുക, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാട് നാഥാൻ ഉണ്ടായത് എന്തെന്നാൽ, എൻ്റെ ദാസനായ ദാവീദിനോട് നീ എന്ന് പറയുക, യഹോവ ഇബ്രാഹിം അരുളി ചെയ്യുന്നു, ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരാലയം പണിയുമോ? ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെയും ഞാൻ ഒരാലയത്തിൽ അധിവസിക്കാതെ കൂടാരത്തിലും തിമാസത്തിലും അല്ലോ സഞ്ചരിച്ചു വരുന്നത്. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒന്നിനോട് എനിക്ക് ദേവദാരുകൊണ്ട് ഒരാലയം പണിയാതിരിക്കുന്നത് എന്ത് എന്ന് എല്ലാ ഇസ്രായേൽ മക്കളോടും കൂടെ ഞാൻ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എൻ്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടതെന്നാൽ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ തന്നെ എടുത്തു.
നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേര് പോലെ ഞാൻ നിന്റെ പേര് വലുതാക്കും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് വാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം ഞാൻ അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെ ഇവൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ച കാലത്തൊക്കെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെ കീഴടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്കൊരു ഗൃഹം ഉണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ രാജ്യത്ത് ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിൻ്റെ ആലയം പണിയും. ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നൊക്കെ സ്ഥിരമാക്കും. ഞാൻ അവനെ പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശവലിൽ നിന്ന് ഞാൻ എൻ്റെതായി നീക്കിയതുപോലെ അത് അവനിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും നിന്റെ മുമ്പാകെ എന്നേക്ക് സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്ക് ഉറച്ചിരിക്കും. ഈ സകല വാക്കുകൾക്കും ദർശനത്തിനും ഒത്തവണ്ണം ആസാൻ ദാവീദിനോട് സംസാരിക്കും. ദാവീദ്യ ഉടമ്പടി എന്നാണ് വേദപഠിതാക്കൾ വിളിച്ചിരിക്കുന്നത്. ഡേവിഡിക് കവനന്റ്. ഈ കവനന്റ് ദൈവം ദാവീദിനോട് ചെയ്തു. 4 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ദാവീദിൻ്റെ ഗ്രഹം, ദാവീദിൻ്റെ സന്തതി, ദാവീദിൻ്റെ സിംഹാസനം, ദാവീദിൻ്റെ രാജ്യത്വം. ഇവ എന്നേക്കും സ്ഥിരമായിരിക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. ദാവീദിൻ്റെ അക്ഷരീയ സന്തതി ശലോമോനായിരുന്നു. ശലോമോൻ ദൈവത്തിന് ആലയം പണിതതായിട്ട് നമ്മൾ പിന്നാലെ വായിക്കുന്നുണ്ട്. എന്നാൽ ആ ശലോമോന് ഈ ഭാഗ്യം ലഭിച്ചില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമായിട്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ രാജ്യത്വം അവൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവനിൽ നിന്ന് പറിച്ചു കളയുവാൻ ദൈവം നിശ്ചയിച്ചു. കാരണം അവൻ്റെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമായിരുന്നില്ല. അവൻ്റെ ബഹുലം ഭാര്യമാരുടെ നിമിത്തം അവൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. യെരൂശലേമിൽ ദൈവത്തിന് വേണ്ടി ആലയം പണിത അതേ കൈകൊണ്ട് തന്നെയാണ് യെരൂശലേമിന് കിഴക്ക് ഉള്ള മലയിൽ അവൻ മോവാബ്യർ, അമ്മോന്യർ എന്നിവരുടെ എല്ലാം മ്ലേച്ഛ വിഗ്രഹങ്ങൾക്ക് ബലിമേളങ്ങൾ ഉണ്ടാക്കിയെന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. ദൈവം ശലോമോൻ്റെ സന്തതിയെ കുറച്ചു കാലം കൂടെ വിട്ടു. ഒരു 150 കൊല്ലം കൂടെ, 300 കൊല്ലം കൂടെ ശലോമോൻ്റെ സന്തതിയെ വിട്ടു. ഒടുവിലത്തെ സന്തതിയാണ് ദൈവത്തിൻ്റെ സിദക്കിയാവിൻ്റെ കാലത്ത് ഏകദേശം ഒരു 300 കൊല്ലം കഴിഞ്ഞ് അവൻ്റെ സന്തതി മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു. ആദ്യമേ അവൻ്റെ രാജ്യത്തും തന്നെ ദൈവം പകുതി അങ്ങ് എടുത്ത് കളഞ്ഞു. ബെന്യാമീനും യഹൂദ ഗോത്രം ഒഴികെ ബാക്കിയുള്ളവരെല്ലാം വേറൊരു രാജ്യമായിട്ട് തീർന്നു. യൊരോബെയാമിൻ്റെ കീഴിൽ അവർ വേറൊരു രാജ്യമായിട്ട് അധപ്പതിച്ചു. അങ്ങനെ അവരെ ഏകദേശം ഒരു 250 കൊല്ലം കഴിഞ്ഞ് അവരെ അസീറിയക്കാരെ അവരെ തടവുകാരാക്കി, പ്രവാസികളാക്കി. പിന്നെ ഒരു 10-70 കൊല്ലം കൂടെ യഹൂദ രാജ്യം നിന്നു. അതും ഒടുവിൽ നഷ്ടമായി. ഒടുവിൽ ഇസ്രായേൽ സ്വദേശം വിട്ടുപോയി. മനോഹരമായ യെരൂശലേം ദൈവാലയം നശിച്ചു. യെരൂശലേം നഗരത്തിൻ്റെ മതിലുകൾ ഇടിച്ചു കളഞ്ഞു. യെരൂശലേം ഒരു ശൂന്യ സ്ഥലമായിട്ട് തീർന്നു. ഇതെല്ലാം ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ പാപം തുടർന്നപ്പോഴായിരുന്നുവെന്ന് നാം ഓർക്കുന്നുണ്ട്. അതിനിടയിൽ ചില നല്ല രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. ആഹാം, യഹോശാഫാത്ത്, യോശിയാവ്, ഇങ്ങനെ ഹിസ്കിയാവ്, അനുഗ്രഹീത രാജാക്കന്മാരും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവരുടെ ഒന്നും ഭരണം തുടരുവാനായിട്ടേ കഴിഞ്ഞില്ല.
ദൈവം യഹൂദയെ കൈവിട്ടു. എങ്കിലും ദൈവത്തിൻ്റെ ആ ഉടമ്പടി പിന്നെയോട് നിൽക്കുന്നു. നിന്റെ ഗ്രഹവും നിന്റെ സിംഹാസനവും നിന്റെ സന്തതിയും എന്നേക്കും സ്ഥിരമായി എൻ്റെ മുൻപാകെ നിൽക്കും എന്നുള്ള ആ ഉടമ്പടി നിൽക്കുന്നു. ആ ഉടമ്പടിയെ അധികരിച്ച് എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ സങ്കീർത്തനമാണ് 89-ാം സങ്കീർത്തനം. 89-ാം സങ്കീർത്തനം വായിക്കുന്നതിന് മുമ്പേ ദാവീദിന് ഈ ആലയത്തോടുള്ള ബഹുമാനവും ഭക്തിയും എത്ര ചെറുപ്പത്തിലേ ഉണ്ടായി എന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. 132-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, എഫ്രാത്തയിൽ അതിനെക്കുറിച്ച് കേട്ടു, വനപ്രദേശത്ത് അതിനെ കണ്ടെത്തിയല്ലോ എന്ന്. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ദൈവം എഴുതി കൊടുത്തതായ പ്രമാണം 10 കൽപ്പനകൾ വെച്ചിരിക്കുന്നതായ ആ നിയമപ്പെട്ടകം, അതിന് മീതെയുള്ള കൃപാസനം, അതിന് മീതെയുള്ള കൃപാസനത്തെ മൂടുന്ന കെരൂബുകൾ, അവിടെ ദൈവം ഇറങ്ങി സംസാരിക്കുന്നതായ അനുഗ്രഹീതമായ ആ രംഗങ്ങൾ, ഇതെല്ലാമായിരുന്നു ദാവീദ് വലിയ കാര്യമായിട്ട് മനസ്സിലാക്കിയത്. ദാവീദ് അതിനെക്കുറിച്ച് ചെറിയ പ്രായത്തിലേ കേട്ടു. അന്ന് മുതൽ ദാവീദിൻ്റെ ഹൃദയം അതിനോടങ്ങ് അഫക്റ്റഡായി. നാം എഫ്രാത്തയിൽ ബേത്ലഹേമിൽ ദാവീദിൻ്റെ മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ ആ കൊച്ചു ഹൃദയത്തിൽ ഈ കഥ കേൾക്കുകയും അന്ന് മുതൽ അവരുടെ ഹൃദയം ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അതിന് ഉള്ള ഒരു തടസ്സം, ദാവീദ് ജീവിച്ചിരുന്ന ബാല്യകാലം ശൗലായിരുന്നു ഇസ്രായേലിനെ ഭരിച്ചിരുന്നത്. ശൗൽ നല്ല കായിക ബലമുള്ളവനായിരുന്നു, കായിക സൗന്ദര്യമുള്ളവനായിരുന്നു, നല്ല യോദ്ധാവായിരുന്നു. അവൻ യോദ്ധാക്കളെ എല്ലാമായിരുന്നു തൻ്റെ കൂടെ കൂട്ടി സൈന്യബലം വർദ്ധിപ്പിച്ചത്. എന്നാൽ അവനുള്ള ഏറ്റവും വലിയ പരാജയം ദൈവത്തിൻ്റെ പെട്ടകത്തെ അവൻ മൗനമായി മറന്നു കളഞ്ഞു. ദൈവത്തിൻ്റെ പെട്ടകം എന്നുള്ളത് അവനൊരു വിഷയമല്ലായിരുന്നു. ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരുവാൻ പറഞ്ഞെങ്കിലും അത് കൊണ്ടുവന്നോന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ പെട്ടകവുമായി അകന്ന ഒരു ജീവിതമായിരുന്നു ശൗലിൻ്റെ ജീവിതം. ശൗലിൻ്റെ ജീവിതത്തിൻ്റെ ശേഷം ദൈവം ദാവീദിനെ എഴുന്നേൽപ്പിച്ചു. ദാവീദിനെ എഴുന്നേൽപ്പിച്ചതിനെക്കുറിച്ച് വായിക്കുന്ന ചില ഭാഗങ്ങളൊന്ന് വായിച്ച 89-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അത് വിശ്വസ്തതയുടെ സങ്കീർത്തനമെന്നാണ് ആ സങ്കീർത്തനത്തെ സാധാരണ വിളിക്കുന്നത്. വിശ്വസ്തതയുടെ സങ്കീർത്തനം. വിശ്വസ്തത എന്നുള്ള പദം ദൈവത്തിൻ്റെ പ്രത്യേക സ്വഭാവമാണ്. ആ വിശ്വസ്തത ആദിയോളം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണത്. അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. നിനക്ക് വീര്യമുള്ളൊരു ഭുജമുണ്ട്, നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവുമാകുന്നു. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. ദയയും വിശ്വസ്തയും നിനക്ക് മുമ്പായി നടക്കും. യഹോവ അറിയുന്ന ജനത്തിന്റെ ഭാഗ്യം, യഹോവേ അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും. അവർ ഇടപെടാതെ നിന്റെ നാമത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നു. നിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു. നീ അവരുടെ ബലത്തിന്റെ ഭാഗമാകുന്നു. ദാസനായ ദാവീദിനെ കണ്ടെത്തി. 20-ാം വാക്യം. ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. ദൈവം ദാവീദിനെ കണ്ടെത്തിയതായ വിവരം, എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി. വായിച്ചാട്ട്. എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. ദൈവത്തിന്റെ വിശുദ്ധ തൈലത്താൽ അവനെ അഭിഷേകം ചെയ്തു. എന്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും. എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. ഞാൻ അവന്റെ വൈരികളെ അവന്റെ മുമ്പിൽ തകർക്കും, അവനെ പായിക്കുന്നവരെ സംഹരിക്കും. എന്നാൽ എന്റെ വിശ്വസ്തയും ദയയും അവനോട് കൂടെ ഇരിക്കും. എന്റെ നാമത്തിൽ അവന്റെ കൊമ്പ് ഉയർന്നിരിക്കും. എന്റെ വിശ്വസ്തയും ദയയും അവനോട് കൂടെ ഇരിക്കും. ദാവീദ് ഇശായിയുടെ 8-ാമത്തെ പുത്രനാണ്. ഒരിക്കൽ ശമൂവേലിനെ ദൈവം ഇശായിയുടെ വീടുള്ളതായ ബേത്ലഹേമിലേക്ക് അയച്ചു. ബേത്ലഹേമിലേക്ക് അയക്കുമ്പോൾ ശമൂവേലിനോട് പറഞ്ഞു,
ഇശായി അവൻ്റെ മക്കളെല്ലാം ഒരുമിച്ച് കൂടാൻ ഞാൻ അതിലൊരാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ പോകുന്നുവെന്ന് പറഞ്ഞു. ശൗലിപ്പം ഭരിച്ചുകൊണ്ടിരിക്കുക. ശമൂവേൽ പേടിച്ചൊക്കെയാണ് പോയത്. ശൗലിനെ കൊന്നുകളയുമെന്നുള്ള ഭയമൊക്കെ ശമൂവേലിനുണ്ടായിരുന്നു. എങ്കിലും ശമൂവേൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് കടന്നു ചെന്ന് ഇശായിയോട് പറഞ്ഞു, മക്കളെ എല്ലാം കൂട്ടി വരുത്താൻ പറഞ്ഞു. വലിയ വിരുന്നൊരുക്കി. ആ വിരുന്നിൽ മക്കളെ എല്ലാം കൂട്ടി വരുത്താൻ പറഞ്ഞപ്പോൾ ഇശായി തന്നെ നിശ്ചയിച്ചു, തൻ്റെ വീര്യബലവും ശക്തിയും ഒക്കെ ഉള്ള പുത്രന്മാരായിരിക്കും അവരിലൊരാളെ ആയിരിക്കും അഭിഷേകം ചെയ്യുന്നതെന്ന്. ഒന്നാമത്തെ പുത്രനും രണ്ടാമത്തെ പുത്രനും മൂന്നാമത്തെ പുത്രനും ഇവരെല്ലാവരും അവൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ എന്നിട്ടും ശമൂവേൽ നിശ്ചയിച്ചു ഇവരിലൊരാളായിരിക്കുമെന്ന്. എന്നാൽ ദൈവം പറഞ്ഞു, ഇവരിൽ ആരെയല്ല ഞാൻ അഭിഷേകം ചെയ്യാൻ പോകുന്നത്. ഇനിയും മക്കളുണ്ടോ എന്ന് ഇശായിയോട് ചോദിച്ചു. ഒരാളുണ്ട്, അവനെ ആടുകളെ മേയിച്ചുകൊണ്ട് വനപ്രദേശത്താണ്. അവനൂടെ വന്നേ ഞാൻ ഇന്നിവിടെ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് ശമൂവേൽ പറഞ്ഞു. അവനെ അന്വേഷിച്ച് കണ്ടെത്തി. അപ്പനും അമ്മയും ഒരളവിൽ അഗണ്യമായി കണക്കാക്കിയിരുന്നതായ ആ ദാവീദ്, ബാല്യക്കാരനായ ദാവീദ് അവിടെ ആ സഹോദരന്മാരുടെ നടുവിൽ വന്നപ്പോൾ അവനെ കണ്ട കാര്യമാണ് വായിക്കുന്നവർ. 20-ാം വാക്യം വായിച്ചാട്ട്, ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ദാവീദിനെ അങ്ങനെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ചെറുപ്പത്തിലെ അഭിഷേകം ചെയ്തെങ്കിലും രാജാവായി വന്നത് പിന്നെ ചില വർഷങ്ങൾ കഴിഞ്ഞാണ്. ശൗലുമായിട്ടുള്ള നിരന്തരമായ സംഘടനത്തിൽ അവൻ അവിടുന്ന് ഓടിപ്പോവുകയും ഒക്കെ ചെയ്ത് അഭയാർത്ഥിയായി അനേക ഇടങ്ങളിൽ കടന്നുപോയി. ഒടുവിലാണ് ദാവീദ് രാജാവായിട്ട് തീർന്നത്. അങ്ങനെ ദാവീദ് രാജാവായ ഉടനെ ദാവീദ് ചെയ്തതായ കാര്യമാണ് നാം വായിക്കുന്നത്. 1 ശമൂവേൽ 7-ാം അധ്യായത്തിൽ സോറി 1 ശമൂവേൽ 7 സോറി 2 ശമൂവേൽ ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. സകല ബിരുദന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി. കിരുബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം കുന്നിന്മേലുള്ളതായ അബീനാദാബിൻ്റെ വീട്ടിലങ്ങ് മറന്നുപോയി, വിസ്മൃതമായി പോയി. ശമൂവേലിൻ്റെ കാലത്ത് 20 കൊല്ലവും പിന്നെ ശൗലിൻ്റെ കാലവും ഏകദേശം ഒരു 10-70-80 കൊല്ലത്തേക്ക് അതങ്ങ് വിസ്മൃതമായിപ്പോയി. ആ കാര്യത്തെയാണ് ഇവിടെ വായിക്കുന്നത്. അത് ശമൂവേൽ ദാവീദ് കയറിയുടനെ അവൻ എന്ത് ചെയ്തു? ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളുടെയും പ്രധാനപ്പെട്ട ആളുകളെ വരുത്തി ഈ പെട്ടകം മടക്കിക്കൊണ്ടിരുന്നതിന് വേണ്ടി ഒരു ബദ്ധപ്പാട് കഴിച്ചു. വായിച്ചാട്ട്. കിരുബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലയഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകലജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അമീനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. നോക്കുക, ദാവീദ് പ്രമാണങ്ങളൊന്നും നോക്കിയില്ല.
എങ്ങനെ ഈ പെട്ടകം കുന്നിന്മേലുള്ള അബീനേതാവിൻ്റെ വീട്ടിൽ വന്നതെന്ന് നോക്കിയപ്പോൾ ഫെലിസ്ത്യർ ഈ പെട്ടകം പിടിച്ചോണ്ട് പോയി. ഇസ്രായേലിൻ്റെ മക്കളുടെ നടുവിൽ നിന്ന് ഏരിയുടെ ദുഷ്ടന്മാരായ മക്കൾ എടുത്തുകൊണ്ട് വന്നതായ പെട്ടകത്തെ ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയി. അവരവരുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ വെച്ചു. എന്നാൽ അങ്ങനെ ആരുമില്ലാത്തപ്പോൾ പെട്ടകം തന്നെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. പെട്ടകം പ്രവർത്തിക്കാതെ പറഞ്ഞാൽ ആ ദേശക്കാർക്ക് ഭയങ്കരമായ മൂലരോഗം, ഭയങ്കര ക്യാൻസർ പിടിച്ചു. ഉടനെ അവിടുന്ന് പെട്ടകം അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഫെലിസ്ത്യരുടെ ഓരോ സ്ഥലങ്ങളിലേക്കും പെട്ടകം കൊണ്ടുപോയി. ഒടുവിലായി പെട്ടകം എങ്ങനെ ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി കൊടുക്കാൻ തന്നെ അവർ നിശ്ചയിച്ചു. ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി പശുക്കളെ എല്ലാം കൂടെ പശുക്കളെയും കെട്ടി അവർ ഈ വണ്ടിയിൽ ഈ പെട്ടകം വെച്ചേച്ച് അവരൊരു തീരുമാനമെടുത്ത് ഈ പെട്ടകം ഈ പശുക്കൾ അവരുടെ കുട്ടികളെ നോക്കാൻ പുറകോട്ട് വരരുത്. ഈ പശുക്കൾ നേരെ യഹൂദാദേശത്തേക്ക് പോകണം. അങ്ങനെ യഹൂദാദേശത്തേക്ക് പോയാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കുണ്ടായി ബാധ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നാണ്. അവർ നിശ്ചയിച്ചതുപോലെ തന്നെ പെട്ടകം ഇസ്രായേലിൻ്റെ ദേശത്ത് ഒരു പ്രയാസവും കൂടാതെ വന്നു. ഈ പശുക്കൾ അവരുടെ കുട്ടികളെ നോക്കുകയോ എങ്ങോട്ടും ഇടം വലം തിരിയുകയോ ചെയ്യാതെ പെട്ടകം വന്നു. അവർക്ക് മനസ്സിലായി ദൈവമാണിതിൻ്റെ പുറകിലുണ്ടായിരുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമാണിതിൻ്റെ പുറകിലുണ്ടായിരുന്നു മനസ്സിലായി. അങ്ങനെ പെട്ടകം ഇപ്പോൾ ഇസ്രായേലിൻ്റെ നടുവിൽ വന്നപ്പോൾ അവിടുത്തെ ആളുകൾ സന്തോഷത്തോടുകൂടി മുമ്പോട്ട് വന്ന് ആ പെട്ടകത്തെ നോക്കുകയും ആ യഹൂദന്മാർ ഒട്ടുവളരെ ആളുകളോട് കൊല്ലപ്പെടുകയും ചെയ്തു. ഒടുവിലായി ആ പെട്ടകം അവിടുന്ന് കുന്നിന്മേലുള്ള അബീനാദാവിൻ്റെ വീട്ടിൽ വെച്ചു. അബീനാദാവിൻ്റെ 2 പുത്രന്മാരായ ഉസയും അഹിയോവും ഈ പെട്ടകത്തിൻ്റെ കാവൽക്കാരായി. വളരെ വർഷങ്ങൾ ആ പെട്ടകം അവിടെ അങ്ങനെ ഇരുന്നു. ഒരു പെട്ടി പോലെ മാത്രമേ ഇരിക്കുകയുള്ളൂ. അതിൽ ദൈവമുണ്ടെന്നോ ദൈവ സാന്നിധ്യം ഉണ്ടെന്നോ ഒന്നും അറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു ആ പെട്ടകം അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ പെട്ടകം അവിടെ ഇരുന്ന പെട്ടകമാണ് ഇപ്പോൾ യെരൂശലേമിലേക്ക് ദാവീദ് കൊണ്ടുവരുവാൻ നിശ്ചയിച്ചത്. ദാവീദ് ആ പെട്ടകം യെരൂശലേമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒന്നായതുണ്ടായത്. നോക്കുക, അല്പം കഴിഞ്ഞ് നാം ഈ പെട്ടകം ചുമക്കുന്നതായ ഉസയും അഹിയവും ഈ പെട്ടകത്തെ അതിനെ ആദരിക്കാതെ ബഹുമാനിക്കാതിരുന്നതിനാൽ ഈ പെട്ടകം അറിയുവാൻ തുടങ്ങിയ ഉടനെ അവർ കൈകൊണ്ട് കയറി പിടിച്ചു. കൈകൊണ്ട് പിടിച്ചപ്പോൾ ഉസ ഉടനെ തന്നെ അവിടെ വീണ് മരിച്ചു. ദാവീദ് അന്ന് ദൈവത്തെ ഭയപ്പെട്ടു പോയി എന്നാണ് നാം ഇവിടെ ആ അധ്യായത്തിൽ വായിക്കുന്നത്. നോക്കിക്കാട്ടെ, അതിൻ്റെ 9-ാം വാക്യം വായിച്ചാട്ട് 8-9. യഹോവ ഉസ്സയെ ഛേദിച്ച ഛേദനിമിത്തം ദാവീദിന് വ്യസനമായി. അവൻ ആ സ്ഥലത്ത് പെരേസൂസ എന്ന പേര് വിളിച്ചു. അതിന്നുവരെ പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു. ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു. നമുക്ക് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഹൃദയമായിരുന്നു ദാവീദിനുണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ടു. അവനവിടെ പെട്ടകം അടുത്ത വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഓബേദെദോമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഓബേദെദോമിൻ്റെ വീട്ടിൽ പെട്ടകം 3 മാസം ഇരുന്നപ്പോഴേക്ക് ദൈവം ഓബേദെദോമിൻ്റെ ദൈവത്തിൻ്റെ പെട്ടകോട് ഇരുന്നത് മുഖാന്തരം ആ പെട്ടകം ഇരുന്നതായ വീടിനെ ദൈവം അനുഗ്രഹിച്ചു. ദാവീദിൻ്റെ കൊട്ടാരത്തിൽ വരെ ആ വാർത്ത കേട്ടു. ഓബേദെദോമിനെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ള വാർത്ത ദാവീദിൻ്റെ കൊട്ടാരത്തിൽ കേട്ടപ്പോൾ ദാവീദ് മനസ്സിലായി, ഇതെങ്ങനെയും ഈ പെട്ടകം കൊണ്ടുവരണം, ഞാനതിനു വേണ്ടി ഒരുക്കിയ ആ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ദാവീദ് നിശ്ചയിക്കുകയും പിന്നീട് പ്രമാണം പഠിക്കുകയും ചെയ്തു. പ്രമാണം പഠിച്ചപ്പോൾ മനസ്സിലായി ഈ പെട്ടകം തൊടാൻ ആർക്കേ അധികാരമുള്ളൂ, ലേവ്യർക്ക് മാത്രമേ കഴിയുള്ളൂ. ലേവ്യരെ എല്ലാവരെയും വിളിച്ചു, നിങ്ങൾ ഈ പെട്ടകം കൊണ്ടുവരാൻ ആദ്യം വരാഞ്ഞത് എന്താണ്? ഇനിയും കുഴപ്പമില്ല, ഇനി നിങ്ങൾ തന്നെ ഈ പെട്ടകം ചുമക്കണം എന്ന് പറഞ്ഞ് ലേവ്യ പുരോഹിതന്മാരെ കയ്യിൽ ഈ പെട്ടകം കൊടുക്കുകയും ലേവ്യ പുരോഹിതന്മാരെ പെട്ടകം ചുമന്നുകൊണ്ട് മുൻപോട്ട് വരികയും ചെയ്തപ്പോൾ ഒരു 5-6 ചുവട് വച്ചപ്പോൾ തന്നെ ദാവീദ് തന്നെത്താൻ മറന്ന് നൃത്തം ചെയ്യുവാൻ തുടങ്ങി.
വാദ്യങ്ങളോ ഇതൊന്നും ഓർത്തല്ല, എവിടെയാ നിൽക്കുന്നതെന്ന് ഓർത്തില്ല, തന്നെത്താൻ മറന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തെ ഭയപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ കണ്ടപ്പോൾ സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നതിന് മുഖാന്തരമായി തീർന്നു. ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെ ദൈവത്തെ സ്തുതിച്ചതായ ആ മനുഷ്യൻ തന്നെത്താൻ നൃത്തം ചെയ്ത് മുൻപോട്ട് വരുമ്പോൾ അവൻ്റെ ഭാര്യയായ മീഖൾ കിളിവാതിലിൽ കൂടെ നോക്കി ദാവീദ് തന്നെത്താൻ മറന്ന് നൃത്തം ചെയ്യുന്നത് കണ്ട് ഹൃദയത്തിൽ നിന്ദിച്ചു എന്നാ വായിച്ചത്. ഇവന് രാജാവാണോ, ഇവൻ ആരാന്നറിയാതെ ഇവൻ ദഹിക്കുന്നല്ലോ എന്ന് നിന്ദിച്ചു. ഒടുവിൽ ദാവീദ് ദൈവത്തിന് പെട്ടകം കൊണ്ട് അവിടെ വെച്ച ശേഷം തൻ്റെ വീട്ടിലുള്ളവരെ അനുഗ്രഹിക്കാൻ ചെന്നപ്പോൾ ആ സ്ത്രീയും നീ ഇസ്രയേലിലെ ദാസീദാസന്മാരുടെ മുമ്പിൽ തന്നെത്താൻ അനാവൃതമാക്കിയ നീയെ എത്ര മഹത്വമുള്ളവനാണെന്ന് അവനെ കളിയാക്കി പറഞ്ഞു. അങ്ങനെ കളിയാക്കി പറഞ്ഞപ്പോൾ അവനെ കളിയാക്കി പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, നിന്റെ അപ്പനും എൻ്റെ പിതൃഭവനത്തിൽ വെച്ച് എൻ്റെ ഏറ്റവും വലുതായിട്ട് എന്നെ സ്നേഹിച്ച് എന്നെ ഈ നിലയിലേക്ക് കൊണ്ടുവന്ന കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ഇത്രയുമല്ല, ഇതിലധികമായി ഹീനനായാലും ഇതിലധികമായി ഒന്നും അറിയാത്തവനായി തീർന്നാലും ഞാൻ നൃത്തം ചെയ്യും, ഞാൻ ആനന്ദിക്കും, എൻ്റെ കർത്താവിന് സന്നിധിയിൽ ആനന്ദിക്കും. നമുക്ക് ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ നില. ആദ്യം ദൈവത്തെ ഭയപ്പെട്ട മനുഷ്യൻ, രണ്ടാമത് ദൈവസന്നിധി സന്തോഷിക്കുന്ന മനുഷ്യൻ, മൂന്നാമത് എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടായാലും അതിന് നടുവിൽ തന്നെത്താൻ മറന്നു ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു ദൈവത്തിൻ്റെ ദാസനായ ദാവീദ്. എന്നാൽ ദാവീദ് ഈ പെട്ടകം കൊണ്ടതിന് ശേഷം പെട്ടകോട് പല നാളുകളിരുന്നു. പെട്ടകത്തിൽ ഇരുന്ന കൂടാരത്തിൽ തന്നെ ആരാധനയും പാട്ടുമൊക്കെ ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞിട്ടും ദാവീദിന് തൃപ്തി വന്നില്ല. അതാണ് നാം 7-ാം അധ്യായത്തിൽ വായിച്ചത്. 7-1 വാക്യം വായിച്ചാട്ട് 2 ശമൂവേൽ 7:1. ചുറ്റുമുള്ള സകലശത്രുക്കളെയും കീഴടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ ദശയിലേക്ക് വന്നിരിക്കുന്നു. ദാവീദിന്റെ എല്ലാ ശത്രുക്കളെല്ലാം കീഴടങ്ങി സ്വസ്ഥത വന്ന ശേഷം ദാവീദ് എന്ത് ചെയ്തു? ദൈവത്തിന്റെ പെട്ടകം ആ കൂടാരത്തിൽ നിന്ന് മാറ്റാനായിട്ട് ദാവീദ് തീരുമാനിച്ചു. താൻ മനോഹരമായ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ പാർക്കുമ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം തിരശ്ശീലയ്ക്കകത്തൊരു കൂടാരത്തിലിരിക്കുന്നത് ദാവീദിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ദാവീദ് അതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കാൻ നിശ്ചയിച്ചു. നാഥാൻ പ്രവാചകനെ വിളിച്ചു. നാഥാൻ പ്രവാചകൻ നിന്റെ മനസ്സുപോലെ ചെയ്തു, ദൈവം നിന്നോട് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അല്പം കഴിഞ്ഞ് ദൈവം തന്നെ നാഥാനോട് പറഞ്ഞു, നീ എൻ്റെ ദാസനായ ദാവീദിനോട് പറഞ്ഞു, നീയല്ല എനിക്ക് വേണ്ടി ആലയം പണിയേണ്ടത്, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന നിന്റെ മകനായിരിക്കും എനിക്ക് വേണ്ടി ആലയം പണിയേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദിനൊരു ഷോക്ക് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ഒരു വിഷമവും കൂടാതെ അത് സമ്മതിച്ചു. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ദാവീദ് ചെയ്തതായിട്ട് വായിക്കുന്നു. പിന്നെ നാം അതിനെക്കുറിച്ച് വായിക്കുന്നത് 2 ശമൂവേൽ 21-ാം അധ്യായത്തിൽ വളരെ വർഷങ്ങൾ കഴിഞ്ഞ് ദൈവം ഇസ്രായേലിനോട് ദൈവം ദാവീദിനോട് സംസാരിച്ചതായ ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം ദാവീദിനോട് സംസാരിച്ച് 22:1 വായിച്ചാണ്. 2 ശമൂവേൽ 22:1. യഹോവ ദാവീദിനെ ശത്രുക്കളുടെയും കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം 22 വയസ്സ് 21 ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബെയോന്യരെ കൊല്ലുകൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതമുള്ള അവന്റെ ഗൃഹം നിമിത്തവും എന്ന് യഹോവ അരുളിച്ചു. രാജാവ് ഗിബെയോന്യരെ വിളിച്ചവരോട് പറഞ്ഞു, ഗിബെയോന്യർ ഇസ്രായേല്യരല്ല, അമോര്യരിൽ ശേഷിച്ചവരത്രേ. അവരോട് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു. എങ്കിലും ശൗൽ ഇസ്രായേല്യർക്കും അവിടെ
24 അധ്യായം എടുത്താട്ട്. 24 അധ്യായത്തിൽ ദൈവം ഈ ആലയം പണിയേണ്ട സ്ഥാനം കണ്ടുപിടിക്കുന്നതായ കാര്യം നാം വായിക്കും. ദാവീദിൻ്റെ ഒരു വലിയ ഭോഷത്വത്തിന് ശേഷമാണ് ഈ സ്ഥാനം കണ്ടുപിടിച്ചത്. ദാവീദെ കുറച്ച് കഴിഞ്ഞ് വലിയ ശക്തനായി തീർന്നപ്പോൾ ദാവീദ് ജനത്തെ എണ്ണുന്നതിന് വേണ്ടി നിശ്ചയിച്ചു. അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. ജനത്തെ എണ്ണി അതിൻ്റെ സംഖ്യ എടുത്ത് പ്രബലനായി വരുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് ദാവീദ് അങ്ങനെ ചെയ്തു. അതിൻ്റെ ഫലമായി ജനത്തിന് വലിയ ബാധയുണ്ടായി കഴിഞ്ഞുടനെ അതിന് പെട്ടെന്ന് ദൈവം തന്നെ പറഞ്ഞു, ദാവീദിനോട് പറഞ്ഞു, നീ പെട്ടെന്നൊരു ഒരു 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 യാഗപീഠം പണിത് എനിക്ക് വേണ്ടി ഒരു യാഗം കഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് യെബൂസ്യനായ യെരൂശലേമിൽ യെബൂസ്യനായ ഓർന്നാൻ്റെ കളത്തിൽ പെട്ടെന്നൊരു യാഗപീഠം പണിതു, ആരാധന കഴിച്ചു. ബാധ ഇസ്രായേലിൽ നിന്ന് നീങ്ങി. ദൈവം അങ്ങനെ അവനോട് സംസാരിച്ചതായ ആ സംഭവ മുഖാന്തരം അവന് മനസ്സിലായി, ഇത് ദൈവം ഇടപെട്ടതാണെന്ന് മനസ്സിലായി, ദൈവം സംസാരിച്ചതാണെന്ന് മനസ്സിലായി. ഇവിടെയാണ് എൻ്റെ ആലയം പണിയുന്നതെന്നുള്ളതായ നിശ്ചയം ദൈവം ദാവീദിന് കൊടുത്തു. ഓർന്നാൻ്റെ കളത്തിങ്കിൽ ദൈവം ആ യാഗപീഠം പണിയാനായിട്ട്, യാഗപീഠവും ആലയവും പണിയുവാനായിട്ട് ദൈവം ക്രമീകരണം ചെയ്യാനായിട്ട് ദാവീദിനോട് പറഞ്ഞു. അങ്ങനെ ദാവീദ് ദൈവത്തിന് വേണ്ടി ആലയം പണിയുന്നതിന് വേണ്ടി ക്രമീകരണം ചെയ്യുകയും ആ ക്രമീകരണം ചെയ്തതായ ആ ക്രമീകരണങ്ങളാണ് നാം ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ തുടർന്ന് വായിക്കുന്നത്. അവിടെ ദാവീദിൻ്റെ മരണത്തിന് മുമ്പ് വരെ ദാവീദ് തൻ്റെ സകല സ്വത്തുക്കളും സാറുണ്ടാക്കിയ സകല സമ്പത്തുകളും ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി കൊടുക്കുന്നു. 29 അധ്യായം എടുത്തുന്ന ദിനവൃത്താന്തം 29 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ദിനവൃത്താന്തം 29. പിന്നെ ദാവീദ് രാജാവ് സർവ്വസഭയോട് പറഞ്ഞത്, ദൈവം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ ശലോമോൻ ചെറുപ്പ് ഉളപ്രായമുള്ളവൻ, പ്രവൃത്തി വലിയതുമാകുന്നു, മന്ദിരം മനുഷ്യനല്ല യഹോവയ ദൈവത്തിനത്രേ. എന്നാൽ ഞാൻ എൻ്റെ സർവ്വബലത്തോടും കൂടെ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി പൊന്നുകൊണ്ടുള്ളവയ്ക്ക് പൊന്നും, വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളിയും, താമ്രം കൊണ്ടുള്ളവയ്ക്ക് താമ്രവും, ഇരുമ്പ് കൊണ്ടുള്ളവയ്ക്ക് ഇരുമ്പും, മരം കൊണ്ടുള്ളവയ്ക്ക് മരവും, ഗോമേത കല്ലുകൊണ്ട് പതിപ്പാനുള്ള കല്ലും, ഖചിത പ്രവൃത്തിക്കുള്ള കല്ലും, നാനാവർണ്ണമുള്ള കല്ലും, വിലയേറിയ സകല വിധരത്നവും, അനവധി വെള്ളക്കല്ലും ശേഖരിച്ചു വെച്ചിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷം നിമിത്തം ദാവീദിനെ നിലനിർത്തിയത് ഏത് വിഷയമാണ്? ദൈവത്തിൻ്റെ ആലയത്തോടുള്ള പക്ഷം. യുദ്ധം ചെയ്താലും, യോദ്ധാവായാലും, ദേശത്തിന് അഭൂർത്തി ഉണ്ടായാലും, ദേശത്തിന് ക്ഷാമം ഉണ്ടായാലും, എന്തെല്ലാം ഉണ്ടായാലും അവൻ എവിടേക്കാണ്? ദൈവത്തിൻ്റെ ആലയത്തോടുള്ള പക്ഷം നിമിത്തം ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി സംഗ്രഹിക്കുകയായിരുന്നു ദാവീദിന്റെ നിശ്ചയം. വായിച്ചാട്ട്, പക്ഷനിമിത്തം വിശുദ്ധമന്ദിരത്തിനു വേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു. ആലയ ഭിത്തികളെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും എല്ലാം കൊടുത്തു. ആലയ ഭിത്തികളെ പൊന്നുകൊണ്ട് വേണ്ടത് പൊന്നുകൊണ്ടും, വെള്ളി കൊണ്ട് വേണ്ടത് വെള്ളി കൊണ്ട് പൊതിവാനും, കൗശലപ്പണിക്കാരുടെ എല്ലാ പണിക്കായിട്ടും ഓഫീറും പൊന്നിനായി 3000 താലന്ത് പൊന്നും 7000 താലന്ത് ഊതിക്കഴിച്ച വെള്ളിയും തന്നെ. എന്നാൽ ഇത് യഹോവയ്ക്ക് കരപൂർണം ചെയ്യുവാൻ
മനഃപൂർവ്വം ഇത്രയും താൻ കൊടുത്ത ശേഷം അവിടെ കൂടി വന്ന ജനത്തിന്റെ പ്രഭുക്കന്മാരോട് പറഞ്ഞു, ഇനിയും ദൈവത്തിന് കൊടുക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു. അത് വായിച്ചാട്ട്. അപ്പോൾ ഭവന പ്രഭുക്കന്മാരും ഇസ്രായേലിന്റെ ഗോത്രപിത പ്രഭുക്കന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജാവിന്റെ പ്രവൃത്തിക്ക് മേൽവിചാരകന്മാരും മനഃപൂർവ്വദാനങ്ങളെ കൊണ്ടുവന്നു. മനഃപൂർവ്വദാനങ്ങളെ ദാവീദ് മനഃപൂർവ്വദാനം കൊടുത്തു. ഇപ്പോൾ മനഃപൂർവ്വദാനങ്ങളെ പ്രഭുക്കന്മാർ കൊടുക്കുന്നു. ദേവാലയത്തിന്റെ വേലയ്ക്കായിട്ട് അവർ 5000 താലന്ത് പൊന്നും 5000 താലന്ത് പൊന്ന് നോക്കുക അവര് കൊടുത്തു. ദാവീദ് എത്ര സംഗ്രഹിച്ചു? അവർ 5000 താലന്ത് പൊന്ന്, 10000 താലന്ത് താമ്രവും 100,000 താലന്ത് ഇരുമ്പും കൊടുത്തു. 5000 താലന്ത് പൊന്നും 10,000 തങ്കക്കാശും 10,000 താലന്ത് വെള്ളിയും 11,000 താലന്ത് താമ്രവും 100,000 താലന്ത് ഇരുമ്പും കൊടുത്തു. രത്നങ്ങൾ കൈവശമുള്ളവർ അവയെ ഗർശൂന്യനായ യഹീയേൽ മുഖാന്തരം യഹോവയുടെ ആലയത്തിൽ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തു. അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തത് കൊണ്ട് അവർ സന്തോഷിച്ചു. എന്തൊരു വലിയ സന്തോഷം! ഇസ്രായേലിന്റെ നടുവിൽ യെരൂശലേമിൽ രാജാവിനോടുള്ള ബന്ധത്തിൽ ഒരു വലിയ സന്തോഷം. താൻ തനിക്കുള്ളതെല്ലാം മനഃപൂർവ്വം ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി കൊടുത്തു. ഇസ്രായേൽ പ്രഭുക്കന്മാരെല്ലാം അവർക്കുള്ള മനഃപൂർവ്വദാനങ്ങൾ കൊടുത്തു. ആ വലിയ സംഗ്രഹം കണ്ട് വലിയ സന്തോഷമുണ്ടായി. അങ്ങനെ ദൈവത്തിൻ്റെ ആലയം ശലോമോൻ പണിതു എന്നേ വായിക്കുന്നു. നമുക്ക് അത്രയും മതിയല്ലേ? തുടർന്ന് അടുത്ത ദിവസം ഞാൻ ബാക്കി പറയാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആലയത്തോടുള്ള ദാവീദിൻ്റെ പക്ഷം, ദൈവത്തിൻ്റെ പെട്ടകത്തോടുള്ള ദാവീദിൻ്റെ ആ ലീനിയൻസി, ആ ചായ്വ്, ഇതാണ് ദാവീദിനെ മറ്റുള്ള രാജാക്കന്മാരുടെ നടുവിൽ പ്രബലനാക്കി തീർത്തത്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു വാക്കുകൂടെ വായിച്ചാട്ട്. പ്രവൃത്തിയുടെ പുസ്തകം 13:36 വാക്യം. പ്രവൃത്തി 13:36. ദാവീദിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മനോഹരമായ വചനമാണ്. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. പിതാക്കന്മാരോട് ചേർന്ന് ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആലോചന എന്താണെന്ന് ഗ്രഹിക്കണം. ദൈവത്തിന്റെ ആലോചന എല്ലാവരെയും സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ആലോചന ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന അവരുടെ പാപം വിട്ട് അവർ മാനസാന്തരപ്പെടണം, ക്രിസ്തുവിലേക്ക് തിരിയണം, ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനായി കൈക്കൊള്ളണം. അങ്ങനെ ദൈവത്തിന് വകയായിട്ട് തീർന്നു കഴിയുമ്പോൾ അവർ ദൈവത്തിൻ്റെതാണ്. പിന്നെ അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തിരുവെഴുത്തുകളിൽ നിന്ന് അവരെ സംബന്ധിച്ചുള്ളതായ പേഴ്സണലായിട്ടുള്ള ആലോചനകൾ കിട്ടും. അവരെങ്ങനെയാണ് കർത്താവിനെ സേവിക്കേണ്ടത്. അങ്ങനെ ദൈവത്തിൻ്റെ ആലോചനയെക്കുറിച്ചുള്ള നിശ്ചയം പ്രാപിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയുന്നു? ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ദാവീദിനെ പോലെ കഴിയുന്നെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. 70 വയസ്സുള്ള ദാവീദ് മരിക്കുമ്പോൾ, 70ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് രേഖപ്പെടുത്തത് ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത് മരിച്ചു. നമ്മുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത് മരിപ്പാൻ കർത്താവിടെയാക്കട്ടെ. ഈ ഉടമ്പടിയുടെ അടുത്ത ഭാഗം അടുത്ത ദിവസം ഞാൻ എടുക്കുന്നതാണ്. ഇന്ന് ഇപ്പോൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എൻ്റെ എല്ലാവരും കേൾക്കുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത് നല്ലൊരു അന്തം പ്രാപിപ്പാനെ സഹായിക്കണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം